സഹായിച്ചുവല്ലോ. ഞാൻ യാത്രയിലൊക്കെ ആയിരുന്നുകൊണ്ട് ഞാൻ പഠിച്ചു വരുന്ന ബൈബിൾ ക്ലാസ്സിൻ്റെ ആ ഭാഗം അല്ലെങ്കിൽ വേണ്ട രീതിയിൽ പ്രിപ്പയർ ചെയ്ത് കഴിയാഞ്ഞതുകൊണ്ട് കർത്താവിൻ്റെ ദാസൻ പോയി മാത്യു ബൈബിൾ ക്ലാസ് കേട്ടോ എല്ലാവരും പ്രാർത്ഥനയോടെ റിലാക്സൊക്കെ ചെയ്തിരുന്ന ദൈവശബ്ദം കേൾക്കുന്നു. ഇഷ്ടം അല്ലെങ്കിൽ ദൈവം എന്നോട് ഇന്ന് രാവിലെ സംസാരിക്കും അല്ലെങ്കിൽ 12 മണി വരെ പ്രസംഗിക്കാൻ പോവുകയാണ്. അതുകൊണ്ട് എല്ലാവരും ഫ്രീ ആയിട്ട് ട്രാൻസ്ലേഷൻ പ്രീച്ചലോ അല്ലെങ്കിൽ വായിക്കാം. 87-ാം സംഘത്തിന്റെ 7-ാം വാക്യം. All my springs are in you, O Lord. അല്ലെങ്കിൽ എന്റെ ഉറവുകളൊക്കെയും ഇന്ന് രാവിലെ അറിയാവുന്നവർ കർത്താവിനെ സ്തുതിക്കണം. If you have experienced the resource ever from the Lord, this morning we are going to rejoice in the presence of the Lord. ദൈവത്തിന്റെ ഉറവിൽ നിന്ന് ഒരു തുള്ളി വെള്ളമെങ്കിലും കുടിച്ചിട്ടുള്ളവർ ഇന്ന് പകൽ ആത്മാവിൽ സന്തോഷിക്കാൻ പോവുകയാണ്. ഇവിടെ 87 ഒരു ബുധനാഴ്ച രാത്രിയിൽ ഞാൻ ഈ 87-ാം സങ്കീർത്തനം പറഞ്ഞതുകൊണ്ട് ബാക്ക്ഗ്രൗണ്ട് ഒന്നും പറയുന്നില്ല. ഒരിക്കൽ നമ്മുടെ ശത്രുക്കളായിരുന്ന ഫെലിസ്ത്യരെയൊക്കെ ഇവിടെ ലിസ്റ്റിൽ എഴുതിയിരിക്കുക. അവൻ അവിടെ ജനിച്ചു ഇവിടെ ജനിച്ചു എന്നൊക്കെ ഫെലിസ്ത്യരെ കുറിച്ചൊക്കെ പറയുന്നു. ഒരിക്കൽ അടുത്തു പോലും വരുവാൻ അർഹതയില്ലാത്ത നമ്മുടെ ശത്രുക്കളെന്ന് പറഞ്ഞ പലരും ഇന്ന് ആലയത്തിലെ അംഗങ്ങളായി മാറുന്ന കാഴ്ചയാണ് 87-ാം സങ്കീർത്തനം. ഇവിടെ പറയുന്നു സംഗീതക്കാരും നൃത്തക്കാരും. അപ്പം ആടുന്നവരും പാടുന്നവരും ഒരുമിച്ച് പറയുന്നു ആടാനുള്ള കൃപയും പാടാനുള്ള കൃപയും ഇറ്റ്സ് ഓൾ കമ്മിങ് ഫ്രം ദ സെയിം റിസോഴ്സ്. അല്ലെങ്കിൽ നോക്കണം, എന്തും ചെയ്യുവാനുള്ള അല്ലെങ്കിൽ ഉറവുകളോ എന്ന് പറയുന്നത് എവിടുന്നാണ്? ദൈവത്തിൽ നിന്ന്. എന്റെ ഉറവുകളൊക്കെയും നിന്നിലാണ്. ചിരിക്കാനും കൃപ വേണം, കരയാനും കൃപ വേണം. അപ്പൊ ചിരിക്കുമ്പോൾ തന്നെ കരയണം, കരയുമ്പോൾ പിന്നെ അത് കേൾക്കാൻ സമയത്തിലുണ്ട്. ഞാൻ വിടാൻ പോയി. നമ്മുടെ ഹൃദയത്തിനകത്ത് ദുഃഖമുള്ളപ്പോഴും നമുക്ക് ചിരിക്കാൻ പറ്റണം. പുറത്ത് ദുഃഖമുള്ളപ്പോഴും ഉള്ളിൽ സന്തോഷിക്കാൻ കഴിയണം. ഇതിനൊക്കെ ഒരു റിസോഴ്സ് എന്ന് പകൽ വേണം. അതാണ് ഞാൻ പറയാൻ പോകുന്നത്. സ്പീക്ക് അബൌട്ട് ദ 7 springs of the Lord. കർത്താവ് നമുക്ക് വേണ്ടി ഇങ്ങനെ തുറന്നു വെച്ചിരിക്കുന്ന 7 ഉറവുകളെ കുറിച്ചാണ് ഇന്ന് രാവിലെ ചിന്തിക്കാൻ പോകുന്നത്. ഒത്തിരി കാലത്തായിട്ട് ഞാൻ 7 താല്പര്യമുള്ളതുകൊണ്ടാണ് ഞാൻ 7 പിടിച്ചു നിൽക്കുന്നത്. സ്തോത്രം. അപ്പൊ നോക്കണം, ഒത്തിരി ഉറവുകളുണ്ട്. അതിൽ ഒന്നാമത്തെ ഉറവയാണ് ഐശയ്യാ chapter 12 verse 3 and 4. Somebody can read it in English or Malayalam. ഇവിടെ പറയുന്നു, അതുകൊണ്ട് എന്റെ സന്തോഷത്തോടെ ഐശയ്യാ 12-ന്റെ വാക്യങ്ങളാണ്. We will draw water from the well of salvation with rejoicing. രക്ഷയുടെ ഉറവിൽ നിന്ന് ഞങ്ങൾ സന്തോഷത്തോടെ. രക്ഷ എന്ന് പറയുന്നത് സ്വർഗ്ഗം നമുക്ക് വേണ്ടി തന്നിരിക്കുന്ന ഒരു ഉറവയാണ്. സ്പ്രിംഗ് ലിവിംഗ് വാട്ടർ. We can draw water from that well with joy. ആ സന്തോഷത്തോടെ രക്ഷയെടുത്തവരുടെ രക്ഷിക്കപ്പെട്ടവർ അതിന് മുഖ്യം നടക്കുന്നത്. അതുകൊണ്ട് എല്ലാവരും ആരാണ് നമ്മൾ രക്ഷിക്കപ്പെട്ടവർ. At the same time, when we say that I'm saved and brought to the kingdom of God, you should know the packages behind that salvation. രക്ഷയ്ക്കകത്തുള്ള ഉറവയ്ക്കകത്ത് എന്തൊക്കെ ഉണ്ടെന്ന് അറിയണം. ഒരേ വെള്ളമാണെങ്കിലും ഇതിനകത്ത് ഓരോന്നൊക്കെ മിക്സ് ചെയ്ത് കഴിയുമ്പോൾ പല ടേസ്റ്റ് വരുന്ന പോലെ നോക്കണം. ഈ രക്ഷ എന്ന ഉറവയ്ക്കകത്ത് 100 കണക്കിന് കാര്യങ്ങളുണ്ട്. അതിലൊരു 6 കാര്യം ആദ്യമേ നമുക്ക് ചിന്തിക്കാം. സ്തോത്രം. ഒന്നാമതാണ്, രക്ഷിക്കപ്പെട്ട വ്യക്തിയാണെന്ന് എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇന്ന് പകൽ ഞാൻ നിങ്ങളോട് പറയട്ടെ, രക്ഷിക്കപ്പെട്ട വ്യക്തി ഇത്രയും കാര്യങ്ങൾ മിനിമം എൻജോയ് ചെയ്തിരിക്കണം. If you cannot enjoy the certain things or therefore you mention hallelujah as following hallelujah, you cannot say that I am a saved person by the blood of Jesus Christ. ഈ കാര്യങ്ങൾ നിങ്ങൾക്ക് അനുഭവിക്കുവാൻ കഴിയുന്നില്ലെങ്കിൽ നിങ്ങൾ രക്ഷിക്കപ്പെട്ടവരല്ല, ശാരോൺ സഭയിലെ അംഗങ്ങൾ മാത്രമാണ്. പറയുന്നത് എനിക്കിത് എൻജോയ് ചെയ്യാൻ കഴിയുന്നില്ലെങ്കിൽ ഐ ആം ജസ്റ്റ് എ പാസ്റ്റർ, നോട്ട് എ സേവ്ഡ് വൺ. രക്ഷിക്കപ്പെട്ട വ്യക്തിയല്ല. ഒന്ന്, രക്ഷയ്ക്കകത്തുള്ള ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് സ്തോത്രം. 51-ാം സങ്കീർത്തനം അതിന്റെ 12-ാം വാക്യത്തിലാണ്. Psalm 51. നമ്മുടെ കൂട്ടം മനസ്സിലാക്കാൻ പോവുകയാണ്. യെശയ്യാ 51-ന്റെ 12-ാം വാക്യം. പ്രാർത്ഥിക്കുന്നു, restore unto me the joy of. രക്ഷയ്ക്കകത്ത് എന്തുണ്ട്? സന്തോഷമുണ്ട്. Why we are rejoicing? Why we are so happy? Because we are saved. നാം രക്ഷിക്കപ്പെട്ടവരായതുകൊണ്ട് രക്ഷയ്ക്കകത്ത് എന്തുണ്ട്? സന്തോഷിക്കാം. സന്തോഷിക്കാൻ പറ്റുന്നില്ല ഓർത്തോടെ നമ്മൾ ആരല്ല. അതൊക്കെ പറഞ്ഞത് every younger one and older one. If you cannot rejoice all the time, you are not saved. അല്ലെ, നാം രക്ഷിക്കപ്പെട്ടവരാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? പാട്ടൊക്കെ പാടായിരുന്നു. പാടി പാടി എല്ലാവരും പാടി നമ്മളെല്ലാം വീഡിയൊക്കെ ചെയ്തു. നഷ്ടങ്ങളിലും പതറല്ലേ, നഷ്ടങ്ങളിലും ഒരു സന്തോഷമാണ്. പുറത്തോട്ട് ഇറങ്ങി കഴിഞ്ഞാൽ പിന്നെ പതർച്ചയും തകർച്ചയും മാത്രമേ ഉള്ളൂ. അരച്ചിറങ്ങിയ ഇവിടുന്ന് പുറത്തിറങ്ങി കഴിഞ്ഞാൽ
ഇതൊന്നും നമുക്ക് ബാധകമല്ലാത്തതുപോലെ പകൽക്കാലം ഞാൻ വിളിച്ചു പറയട്ടെ, രക്ഷയുടെ സന്തോഷം എനിക്ക് തിരികെ തരണം. അത് നഷ്ടപ്പെട്ടതിന് രാവിലെ ദാവീദിന് പ്രാർത്ഥിക്കാമെങ്കിൽ നമുക്ക് എന്തുകൊണ്ട് പ്രാർത്ഥിച്ചുകൂടാ? He was the king, the throne was, the scepter was there, everything was all right, but at the same time he experienced that brightness in his heart and he cried to the Lord, restore unto me the joy of salvation. രക്ഷയുടെ സന്തോഷം എനിക്ക് നഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഇന്ന് തിരിച്ചു വാങ്ങിക്കണം. കഷ്ടങ്ങളിൽ ചിരിക്കുവാൻ കഴിയുന്നില്ലെങ്കിൽ, വേദനകളിൽ ആഘോഷിക്കുവാൻ കഴിയുന്നില്ലെങ്കിൽ, ദൈവം എന്റെ കൂടെ ഉണ്ടെന്ന് മനസ്സിലാക്കാൻ കഴിയുന്നില്ലെങ്കിൽ ഇന്ന് പകൽക്കാലം ആത്മാവിൽ പ്രാർത്ഥിച്ചാണ് എനിക്ക് ആ സന്തോഷം മടക്കിത്തരണം. ഇതൊക്കെ അനുഭവിച്ചിരുന്ന നമ്മുടെ കാലഘട്ടത്തിൽ ഇന്നത്തെ സാഹചര്യമൊന്നും ഇല്ലാതിരുന്ന മണ്ഡലങ്ങളിൽ ഈയൊക്കെ ഒരു സന്തോഷമായിരുന്നു. ആരെയും കണ്ടാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുമായിരുന്നു? ചിരിക്കാൻ പറ്റുമായിരുന്നു. ഇപ്പൊ നമുക്ക് ആൾക്കാരെ കണ്ട കരയാൻ തോന്നുന്നു. ഇത്രയൊക്കെ ദൈവം കൊടുത്തിട്ട് ഇവരൊന്നും ചിരിക്കുന്നില്ലല്ലോ. ഓർക്കുമ്പോ നമ്മളങ്ങ് കരയും. പലരും കരയുന്നത് ചിരിച്ചതിന്റെ പേരില്ല. ഒരു കൊച്ചുകുട്ടി ഒരു കുമ്മനത്തിന്റെ കരയോ ചിരിച്ചാനാ കരയുന്നത്. എന്തിനാ കരയുന്നത്? ചിരിച്ചത്. എന്തിനാ ചിരിച്ചത്? അപ്പൻ ഏണിയെന്ന് വീഴുന്ന കണ്ടപ്പോൾ ചിരിച്ചു, അമ്മ എന്നെ തല്ലി കഴിഞ്ഞപ്പോ കരയുന്നത്. ഇത്രയുള്ള കാര്യം നമ്മുടെയൊക്കെ പലരും നമുക്ക് കാണുമ്പോൾ നമുക്ക് മനസ്സിലാകുന്നില്ല. നാം ചിരിക്കണം, മറ്റുള്ളവരെ കാണുമ്പോൾ സന്തോഷിക്കണം. മറ്റുള്ളവരുടെ സന്തോഷമാണ് നമ്മുടെ മുഖ്യ വിഷയം. അപ്പൊ എല്ലാവരും ദൈവസന്നിധി നമുക്കൊരു സന്തോഷമുണ്ട്. നിന്റെ സന്നിധിയിൽ സന്തോഷത്തിന്റെ പരിപൂർണതയും നിന്റെ വലത്തുഭാഗത്ത് എന്നും ഫുൾനെസ് ഓഫ് ജോയ്. ലോകം തരുന്ന സന്തോഷം ഒരു രാത്രി കൊണ്ട് തീരും. ലോകം പറയുന്ന വാക്കുകൾക്ക് ആയിക്കൊണ്ട് ടൈം ഫ്രെയിം ഉണ്ട്. പക്ഷെ ഇന്ന് പകൽ കാലം സ്വർഗം തരുന്ന സന്തോഷം നിലനിൽക്കുന്ന സന്തോഷമാണ്. ഇന്ന് പകൽ ആരെങ്കിലും നിങ്ങളോട് ഞാൻ പറയട്ടെ, നിങ്ങളുടെ ദുഃഖം ഇന്ന് പകൽ സന്തോഷമാക്കി മാറ്റുവാൻ ദൈവത്തിന് കഴിവുണ്ട്. He can turn every morning into dancing. He can turn every bitter experience into a better experience. ഇന്ന് പകൽ ആ ദൈവത്തിന് ഞാൻ ആത്മാവിൽ സ്തോത്രം ചെയ്യുകയാണ്. അപ്പൊ നമ്മുടെ രക്ഷയ്ക്കകത്ത് ഈ ഉടവയ്ക്കകത്ത് വെള്ളം ഒരു കൂടി അങ്ങോട്ട് പോയിക്കഴിഞ്ഞാൽ അതിനകത്ത് സന്തോഷമുണ്ട്. രണ്ട്, രക്ഷയ്ക്കകത്ത് യെശയ്യാപ്രവാചകന്റെ പുസ്തകം 33-ാം അധ്യായം 6-ാം വാക്യം, Isaiah 33:6. ഒരു വാക്ക് മാത്രം എടുക്കുന്നുള്ളൂ. You will have the strength of salvation. അല്ലെങ്കിൽ രക്ഷ സമൃദ്ധി ഉണ്ടാകുന്നവർ. Abundance of salvation. രക്ഷയ്ക്കകത്ത് എന്തുണ്ട്? സമൃദ്ധിയുണ്ട്. അല്ലെങ്കിൽ abundance ഉണ്ട്. ആരും അറിയത്തില്ല ദൈവത്തിന്റെ സമൃദ്ധി. The strength of the abundance of the salvation. രക്ഷയ്ക്കകത്ത് സമൃദ്ധിയുണ്ട്. അവർ രക്ഷയുടെ കിണറിന്റെ വക്കിൽ നിന്നുകൊണ്ട് വെള്ളം കുടിച്ചവരാണെങ്കിൽ അവർ വായിൽ ചിരി ഉണ്ടായിരിക്കും, അവർക്ക് സമൃദ്ധി ഉണ്ടായിരിക്കും. ദൈവമക്കൾ എന്താ നമ്മൾ ഈ സമൃദ്ധി എന്നൊക്കെ കേട്ട ഉടനെ ഓർമ്മ എന്താ? സമൃദ്ധി കേട്ടോടെ എന്താ? അതല്ല, സമൃദ്ധി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തൃപ്തരാണെന്ന്. എല്ലാം ഉണ്ടായിട്ടും തൃപ്തരല്ലെങ്കിൽ പിന്നെന്താ സമൃദ്ധി? ഇന്ന് രാവിലെ ഒന്നുമില്ലെങ്കിലും സംതൃപ്തി. ഐ ആം കണ്ടന്റ് ഇൻ എവരിതിങ്. എല്ലാറ്റിനും സാറ്റിസ്ഫൈഡ് ആണ്. ഐ ആം ഹാപ്പി ഇൻ എവരിതിങ്. ഐ ആം ഹാപ്പി ഓൾ ദ ടൈം. ഇത് പറയുന്നവരാ സമൃദ്ധി അനുഭവിക്കുന്നവര്. ഇന്ന് പകൽക്കാലം എനിക്ക് സമൃദ്ധി ഉണ്ടെന്ന് പറയുന്നത് എത്ര പേരുണ്ട്? അല്ലെങ്കിൽ കർത്താവിനെ കണ്ടുമുട്ടിയത് കൊണ്ട് എനിക്ക് ഒന്നിനും മുട്ടില്ല. The same time he passed through the valley of shadow of death, the same time he has bitter experience, the same time pain and agony is dominating upon her life. He is chastened like a mad dog. At the same time he proclaimed that I shall not be one. ഇതൊക്കെ നടക്കുമ്പോഴും പറയുന്നത് യഹോവയുടെ ഇടനാണ് എനിക്ക് മുട്ടുണ്ടാകില്ല. അപ്പൊ സന്തോഷം മാത്രമല്ല, രക്ഷയ്ക്കകത്ത് സമൃദ്ധിയുണ്ട്. ഇനി രക്ഷയ്ക്കകത്തുള്ള അടുത്ത കാര്യം എന്ന് പറയുന്നത് ലൂക്ക് 1:77 വാക്യമാണ്. ലൂക്ക് chapter 1:77. The knowledge of salvation. രക്ഷയ്ക്കകത്ത് പരിജ്ഞാനമുണ്ട്. അനേകരെ രക്ഷാ പരിജ്ഞാനം കൊടുക്കാനായി യേശുവിനെ കുറിച്ചുള്ള ദൂത പറയുന്നത്. അപ്പൊ നോക്കണം, രക്ഷയ്ക്കകത്ത് എന്തുണ്ട്? പരിജ്ഞാനമുണ്ട്. നമുക്ക് കിട്ടിയ ദൂരമൊക്കെ എവിടെ നിന്ന് കിട്ടിയതാണ്? സ്കൂളിൽ ദേവാസിലാൽ ഓർമ്മയാണെങ്കിൽ നമ്മുടെ ബുദ്ധി എന്നൊക്കെ പറയുന്നത് അല്ലെങ്കിൽ സ്വർഗത്തിന്റെ ദൈവത്തിന്റെ ബുദ്ധിയാണ്. ദൈവത്തിന്റെ ബുദ്ധിയുള്ള ഒരു അംശം ഒരു നമ്മൾ കൊണ്ട് തന്നു. അപ്പൊ എന്തെല്ലാം കാര്യങ്ങൾ ആകാശത്തിലുള്ള സകല നമുക്ക് അറിയാം. ആൾക്കാർ ചെയ്താൽ പോലും നമുക്കറിയാം. അതൊക്കെ നമ്മൾ പറയുന്നതിന്റെ കാരണം എന്താ? ഞാൻ പറഞ്ഞ കാര്യങ്ങളുണ്ട്. നമുക്ക് ഭയങ്കര അറിവാണ് ദൈവത്തിന്റെ രക്ഷയുടെ പരിജ്ഞാനം. നന്മതിന്മകളെ തിരിച്ചറിയുവാൻ ദൈവത്തിന്റെ കൃപയ്ക്കായി സ്തോത്രം. ദോഷമായി തീരുന്നതിൽ നിന്ന് കാൽ വിലക്കുവാൻ ദൈവത്തിന്റെ കൃപയ്ക്കായി സ്തോത്രം. നാം പഠിപ്പിച്ചത് കൊണ്ട് മാത്രമല്ല നമ്മുടെ കുഞ്ഞുങ്ങൾ പിടിച്ചിരുന്നത് അവരുടെ അകത്തൊരു പരിജ്ഞാനത്തിന്റെ വരം സ്വർഗത്തിലെ അതാണ് നമ്മുടെ ദൈവത്തിന്റെ പരിജ്ഞാനം. ഇന്ന് പകൽക്കാലം ദൈവം തന്റെ പരിജ്ഞാനം കൊണ്ട് നമ്മെ നിറച്ചതിനാൽ ആത്മാവിൽ നാം ദൈവത്തിന് സ്തോത്രം ചെയ്യണം. ദൈവത്തിന്റെ പരിജ്ഞാനം ഈ രക്ഷയ്ക്കകത്തുണ്ട്. രക്ഷയുടെ പരിജ്ഞാനം കൊണ്ട് കുടിക്കണമെങ്കിൽ തിരിച്ചറിയാൻ ഇതെല്ലാം നന്മയ്ക്കാണെന്ന് തിരിച്ചറിയാൻ